പർച്ചേസ് ബുക്ക് വേഴ്സസ് സെയിൽസ് ബുക്ക്. രണ്ടും ഒരേ ഫോർമാറ്റിലുള്ള ചെറിയ വ്യത്യാസങ്ങളുള്ള ബുക്കാണ്. ഈ ഒരു ബുക്ക് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാംസിൽ നിങ്ങൾക്ക് 3-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. എന്താണ് പർച്ചേസ് ബുക്ക്? നിങ്ങളുടെ ബിസിനസ്സിലുള്ള ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കിന് പറയുന്ന പേരാണ് പർച്ചേസ് ബുക്ക്. അതെന്താ സാർ? ക്രെഡിറ്റ് പർച്ചേസ്, ക്യാഷ് പർച്ചേസ് ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യാം. ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് ബുക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അല്ലാത്ത പർച്ചേസുകൾ, ക്രെഡിറ്റ് പർച്ചേസുകൾ, അതും പർച്ചേസ് ഓഫ് ഗുഡ്സ്, നോട്ട് പർച്ചേസ് ഓഫ് അസറ്റ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചരക്ക്, വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ നമ്മൾ വാങ്ങും, അതിനാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് മാത്രമേ പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മെഷീനറീസ് വാങ്ങുന്നുണ്ട്, ഫർണിച്ചർ, ഒരു ബിൽഡിംഗ് വാങ്ങുന്നുണ്ട്, ഇതൊന്നും എവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ബുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റിന് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് മാത്രമാണ് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റിന് ഗുഡ്സ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, അസറ്റുകളല്ല ഗുഡ്സ്, അതും ക്രെഡിറ്റിന്, നോട്ട് ഫോർ ക്യാഷ്. ക്രെഡിറ്റിന് ഗുഡ്സ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറയുന്ന പേരാണ് സെയിൽസ് ഡേ ബുക്ക്. ഇത് രണ്ടും ജേർണൽസുകളാണ്, ലെഡ്ജേഴ്സ് അല്ല. അപ്പം ലെഡ്ജേഴ്സ് എന്താണ്? അത് സെയിൽ അക്കൗണ്ട് ആണ്, അത് പർച്ചേസ് അക്കൗണ്ട് ആണ്. സെയിൽസ് ബുക്കിലുള്ള സെയിൽസിന്റെ ടോട്ടൽ നമ്മൾ ഇവിടേക്ക് മാറ്റും, സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ പർച്ചേസ് ബുക്കിലുള്ള ടോട്ടൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബേസിക് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി മറ്റൊരു കാര്യം, എങ്ങനെയാണ് സെയിൽസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക, പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. ഡേറ്റ് കോളം ഉണ്ടാകും, അടുത്ത കോളം എന്തായിരിക്കും? ഇൻവോയ്സ് നമ്പർ ഉണ്ടാകും അല്ലേ? ഇൻവോയ്സ് പർച്ചേസ് ആണെങ്കിൽ ഇൻവോയ്സ് ഔട്ട് ആണോ ഇന്നാണോ? ഇൻവോയ്സ് ഇന്നാണ്. സെയിൽസ് ആണെങ്കിൽ ഇൻവോയ്സ് ഔട്ട് ആയിരിക്കും. ഇനി അടുത്തെന്താ? പർട്ടിക്കുലേഴ്സ് മീൻസ് നെയിം ഓഫ് ദ സപ്ലയർ അല്ലെങ്കിൽ നെയിം ഓഫ് ദ കസ്റ്റമർ. പർച്ചേസ് ആണെങ്കിൽ നെയിം ഓഫ് ദ സപ്ലയർ ആണ്, സെയിൽസ് ആണെങ്കിൽ നെയിം ഓഫ് ദ കസ്റ്റമർക്കല്ല നമ്മൾ സെല് ചെയ്യുക, നെയിം ഓഫ് ദ കസ്റ്റമർ ആയിരിക്കും. ഇനി എമൗണ്ട് കോളം ഒന്ന് അല്ലെങ്കിൽ 2 കോളം വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എന്നാണോ ഈ സെയിൽ നടക്കുന്നത് ഡേറ്റ് എഴുതുക. ഇൻവോയ്സ് നമ്പർ, ഓരോ സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ ഇൻവോയ്സ് ബിൽ നമ്പർ ഉണ്ടാവില്ലേ, ആ ബിൽ നമ്പർ അവിടെ എഴുതുക. ഇനി ആർക്കാണോ വിൽക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അതാണ് ഈ പർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ നെയിം ഓഫ് ദ കസ്റ്റമർ, നെയിം ഓഫ് ദ പർച്ചേസ് അല്ലെങ്കിൽ സപ്ലയറിൽ കൊടുക്കേണ്ടത്. അവിടെ ആർക്ക് വിൽക്കുന്നു, ആർക്ക് വാങ്ങുന്നു, എന്തെല്ലാം വിൽക്കുന്നു, എന്തെല്ലാം വാങ്ങുന്നു, ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കാം. എന്നിട്ട് ടോട്ടൽ കോളത്തിൽ നമുക്ക് എമൗണ്ട് ചെയ്താം. എന്നിട്ട് മറ്റൊരു ടോട്ടൽ കോളത്തിൽ എന്ത് ചെയ്യാം? ടോട്ടൽ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഡിസ്കൗണ്ട് ഉണ്ടാകും, GST ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലും അഡീഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 2 ടോട്ടൽ കോളം അല്ലെങ്കിൽ എമൗണ്ട് കോളം നമ്മൾ കൊടുക്കുന്നത്. ഇതോടുകൂടി എന്തായി? സെയിൽസ് ബുക്കും പർച്ചേസ് ബുക്കും കംപ്ലീറ്റ് ആയി. ഇതിന് ഡെബിറ്റും ക്രെഡിറ്റും അല്ലെങ്കിൽ 2 സൈഡ് ഉണ്ടാവില്ല, ഒരൊറ്റ സൈഡ് മാത്രമേ ഉള്ളൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് റിട്ടേൺ ബുക്സും പർച്ചേസ് റിട്ടേൺ ബുക്കും. ക്രെഡിറ്റ് സെല്ല് ചെയ്ത ഗുഡ്സ് റിട്ടേൺ വന്നാൽ അത് സെയിൽസ് റിട്ടേൺ ബുക്കിലും, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ കൊടുത്താൽ അത് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പർച്ചേസ് റിട്ടേൺ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന പേരാണ് ഡെബിറ്റ് നോട്ടും. സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് ഡോക്യുമെന്റ് പറയുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്. സെറ്റ് ആയില്ലേ? അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാൻ ഫോളോ ചെയ്യും.